ഇരുമുപ്രാമറ്റം MDCM ഹൈസ്കൂൾ 74-ാം വാർഷികവും ആധുനിക കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. സ്കൂൾ ലോക്കൽ മാനേജർ റവറന്റ് മാർസിൻ ജോൺ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിന്റെയും കിച്ചൺ കം സ്റ്റോറിന്റെയും ഉദ്ഘാടന കർമ്മം കോട്ടയം MP തോമസ് ചാഴികാടൻ നിർവഹിച്ചു. ചടങ്ങിൽ മുഖ്യപ്രഭാഷണം പൂർവ്വ വിദ്യാർത്ഥിയും ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ ആൻഡ് ഇൻഷുറൻസ് കോർട്ട് ജഡ്ജിയുമായ അഡ്വക്കേറ്റ് അനിൽകുമാർ KS നിർവഹിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന കായിക അധ്യാപകൻ മാത്യു തോമസിന് യാത്രാമംഗളങ്ങൾ നേർന്ന് കോർപ്പറേറ്റ് മാനേജർ ജെസി ജോസഫ് അവാർഡ് ദാനം നിർവഹിച്ചു. റവറന്റ് PC മാത്തുക്കുട്ടി, റവറന്റ് TJ ബിജോയ്, OSA കോർ കമ്മിറ്റി അംഗങ്ങൾ, ജനപ്രതിനിധികൾ, മാനേജ്മെന്റ് പ്രതിനിധികൾ, ഡയോസിഷൻ ഓഫീസേഴ്സ്, മറ്റ് സാംസ്കാരിക സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് മിനിമോൾ ഡാനിയൽ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സൂസൻ വി ജോർജ് സ്കൂൾ വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. മലയാളം അധ്യാപിക റെബേക്ക MI കൃതജ്ഞത രേഖപ്പെടുത്തി. കുട്ടികളും രക്ഷിതാക്കളും കലാപരിപാടികൾ അവതരിപ്പിച്ചു. കാലാകാലങ്ങളായി അവിടെ ഞങ്ങളെ സ്നേഹത്തിന്റെ വഴിത്താരയിൽ നയിക്കുന്ന എല്ലാ നമ്മൾക്കായി സ്തോത്രം. ഈ ദേശത്ത് ഈ സ്കൂൾ ആരംഭിക്കുവാൻ മുഖാന്തരമായി തീർന്ന ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ഓർക്കുന്നു. ഞങ്ങൾക്ക് അറിവ് തന്ന ഞങ്ങളുടെ ഗുരുക്കന്മാരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളെ നന്മയുടെ വഴിത്താരയിൽ ഞങ്ങൾക്ക് കൈപിടിച്ച് നടത്തിയ എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ഈ ദേശത്ത് ഈ സ്കൂളിന്റെ പ്രവർത്തനത്തിന് മുഖാന്തരമായി തീരുവാൻ മഹാനുവയോട് ഉപയോഗിച്ചതായി അടിയങ്ങളുടെ തിരുമേനിക്കായി നന്ദി പറയുന്നു. Matthew Thomas, അപ്പോൾ ഷോൺ വാങ്ങിച്ച് ഇപ്പോൾ നമ്മുടെ കോർപ്പറേഷൻ മാനേജർ ജെസിമ പ്രിയ മാത്യു സാറിന് കായിക ലോകത്ത് വെൺകൊടി പാറിച്ച ബഹുമാനപ്പെട്ട മാത്യു തോമസ് സാറിന് ഓണറോ സമ്മാനിക്കുന്നു. നിറഞ്ഞ കരഘോഷത്തോടെ നമ്മുടെ സാറിന് അടുത്ത ഒരു അവസരത്തിലേക്ക്. താങ്ക് യു സാർ. വളരെയേറെ സന്തോഷമുണ്ട് വീണ്ടും ഈ സ്കൂളിലേക്ക് കടന്നു വരാൻ. നമുക്കൊക്കെ അറിയുന്നതുപോലെ ഈ സ്കൂളിന്റെ 75-ാം വാർഷികാഘോഷ സുവർണ പ്ലാറ്റിനം ജൂബിലി ആഘോഷവേളയിൽ ഈ സ്കൂളിൽ കടന്നു വരുവാനും ഇവിടുത്തെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും അവസരമുണ്ടായി. 75 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് മേലുകാവ് എന്ന് പറയുന്നത് ഒരു മലമ്പ്രദേശമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അന്ന് ഇവിടെ വന്ന് ഒരു സ്കൂൾ സ്ഥാപിക്കുവാനും ഈ പ്രദേശത്ത് താമസിക്കുന്ന പാവപ്പെട്ടവരായ സാധാരണക്കാരായ പാർശ്വവൽക്കരിക്കപ്പെട്ടവരായ ആളുകൾക്ക് അവരുടെ മക്കളെ പഠിപ്പിക്കുവാനുള്ള അവസരം ഒരുക്കുകയും ചെയ്ത മിഷണറിമാരെ ഞാൻ ഹൃദയപൂർവ്വം ഓർക്കുകയാണ്. അവർക്ക് ഇങ്ങോട്ട് സ്വാഗതം നൽകിയ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. അവരുടെ ദീർഘവീക്ഷണമാണ് ഈ പ്രദേശത്തെ ഇതുപോലൊരു സ്കൂൾ വരുവാനും ഈ സ്കൂളിന്റെ പ്രവർത്തനത്തിലൂടെ ഇപ്പോൾ നമ്മുടെ വേദിയിലിരിക്കുന്ന ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിലെ ജഡ്ജി അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം നടത്തിയത് ഈ സ്കൂളിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ അദ്ദേഹം ഈ സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതിനു ശേഷമാണ് LLB പഠിക്കുവാനായിട്ട് പോകുന്നതും അതിനുശേഷം ഇപ്പോഴത്തെ ഉന്നതമായ സ്ഥാനത്ത് എത്തുകയും ചെയ്തത്. 24ാമത് വർഷത്തിരിക്കുകയാണ്. കഴിഞ്ഞ 24 വർഷക്കാലം നമ്മുടെ സ്കൂളിലെ സമർത്ഥമായി അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. കൂടാതെ ഇതിന് തുടക്കം മുതൽ ഈ സമയം വരെയും വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ വ്യക്തികൾ ഈ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വന്ന് പങ്കുചേർന്നിട്ടുണ്ട്. ഏറെ മോട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്ക് ഒത്തിരി അഭിമാനമുണ്ട് ഇന്ന് നാം ഈ സ്കൂളിൽ ആയിരിക്കുമ്പോൾ.
പ്രത്യേകിച്ച് ഇതിന്റെ എല്ലാ പുനരുദ്ധാര പ്രവർത്തനങ്ങളും പ്ലാറ്റിനം ജൂബിലുമായി ബന്ധപ്പെട്ട് നാം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് ഏകദേശം 90% പ്രോജക്ടുകളും ഭംഗിയായി പൂർത്തീകരിക്കുവാനായിട്ട് വെളിയായി. അതിനകത്ത് വഹിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് നമ്മുടെ മഹാനഗരയെ റൈറ്റ് റവർ BS ഫ്രാൻസിസ് തിരുവേദിക്കും ബഹുമാനപ്പെട്ട റവർ PC മാത്തുക്കുട്ടി അച്ഛനും റവർ TJ വിജയ് അച്ഛനും നമ്മുടെ കോർപ്പറേറ്റ് മാനേജർ ജെസ്സി മാനേജറിനും നന്ദി പറയുന്നു. ഈ പ്രിയപ്പെട്ടവരുടെ വലിയ താല്പര്യമാണ് നമ്മുടെ സ്കൂളിന്റെ പ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അത് വളരെ ഭംഗിയായി പിൻവലിക്കുവാനായിട്ട് വെളിയാക്കിയത്. വേദിയിലായിരിക്കുന്ന വൈദികർ, ജനപ്രതിനിധികൾ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സ്കൂളിൽ HM അതുപോലെ PTAയുടെയും MPTAയുടെയും പ്രതിനിധികൾ, ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, മാതാപിതാക്കൾ, ഞാൻ വെറുതെ അവിടെ ഇരുന്നതാണ് ഓഫീസിൽ. എന്നാലാണ് നമ്മുടെ HM വിളിച്ചു. വീണ്ടും പ്രവർത്തിക്കുന്ന 2 സ്ഥാപനങ്ങൾ വഴിയാണ്. ഒന്ന് നമ്മുടെ സ്കൂൾ, അടുത്തത് നമ്മുടെ ഹെൻറി ബേക്കർ കോളേജ്. എന്റെ വിദ്യാഭ്യാസത്തിന്റെ ആദ്യ ഘട്ടങ്ങളിലായിട്ട് ഈ സ്കൂളില് ഞാൻ പഠിക്കുന്ന 1979 പരീക്ഷ എഴുതി പുറത്തു പോവുകയാണ്. 79 മാർച്ച് 22 തീയതിയാണ് പരീക്ഷ ആരംഭിക്കുന്നത്. ആ പരീക്ഷ പാസ്സായി ഞാൻ പുറത്തു പോകുന്നു. അതിനുശേഷം 1982 ഹെൻറി ബേക്കർ കോളേജ് തുടങ്ങിയപ്പോൾ ആ കോളേജിലെ ഫസ്റ്റ് സയൻസ് ബാച്ചിൽ എനിക്ക് ചേരാൻ സാധിച്ചു. അവിടുന്ന് പ്രീ വിദ്യാഭ്യാസം പൂർത്തിയാക്കി മറ്റു വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി. ഇത് എടുത്തു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ CSI ഈസ്റ്റ് കേരള സഭയ്ക്ക് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 1993 ആഗസ്റ്റ് മാസം 16 തീയതിയാണ് ബഹുമാനപ്പെട്ട അമ്പഴശ്ശേരി ബേബിസാറിന്റെ കീഴില് ഈ സ്കൂളില് കായികാധ്യാപകനായി ജോയിൻ ചെയ്തത്. 31 വർഷക്കാലം ഏകദേശം 18 പ്രഥമ അധ്യാപകരുടെ കീഴിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം എനിക്കുണ്ടായി. ഈ അവസരത്തിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ജോസിയേട്ടൻ ആ വേദിയിൽ അവിടെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓഫീസ് സ്റ്റാഫായിട്ട് എന്നോടൊപ്പം പ്രവർത്തിച്ച മാന്യ വ്യക്തിയാണ്. അതിലുപരി ഈ കാലം അത്രയും എന്നെ കൈപിടിച്ച് നടത്തുവാൻ ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിട്ടുള്ളത് ഈസ്റ്റ് കേരള ഡയോസിസ് CMS മാനേജ്മെന്റിന്റെ ഒരു കരുതൽ കൊണ്ട് മാത്രമാണ്. ഏകദേശം 7 മാനേജർമാരുടെ കീഴിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം ഉണ്ടായി. ഫെബ്രുവരി 13 ചൊവ്വാഴ്ച വിഭാഗങ്ങളുടെ സ്കൂളിന് ട്രിപ്പിൾ അടിച്ചിരിക്കുകയാണ്. 3 കാര്യങ്ങൾ. ഒന്ന്, സ്കൂളിന്റെ 74ാം വാർഷികം. രണ്ടാമത്തെ ആദ്യ ടീച്ചർ സ്റ്റോർ ഉദ്ഘാടനം. പിന്നെ ബഹുമാനപ്പെട്ട മാത്തു സാറിന്റെ യാത്രയെ സമ്മേളനം. ഏതായാലും ഈ 3 സമ്മേളനങ്ങളിലും നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും ആത്മാർത്ഥത്തോടും പങ്കെടുക്കണമെന്ന് നിങ്ങളെല്ലാവരും മുഖം കാണുമെന്ന് എനിക്കറിയാം. അത് സ്റ്റേജിൽ ഇരിക്കുന്നവർക്ക് സന്തോഷത്തോടെയാണ്. ഓഡിയൻസ് അറിയിക്കുന്ന നിങ്ങൾ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും എല്ലാം വളരെ ഹാപ്പിയായിട്ടാണ് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം. ഏതായാലും ഈ സുദിനത്തില് നിങ്ങളുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ നമ്മുടെ 74ാം വാർഷികം ആഘോഷണം. ഓരോ വാർഷികങ്ങളും ഓരോ ബാച്ചിലും ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പറഞ്ഞ പോലെ ഓരോ വാർഷികവും ഓരോ ബാച്ചിനെ പുറത്തേക്കുള്ളതാണ്. നമ്മുടെ കലാലയത്തിന് പുറത്തേക്ക്, അതായത് നമ്മുടെ കലാലയത്തിന്റെ ശബ്ദങ്ങളായിട്ട് കുറെ ആളുകൾ പുറത്തേക്ക് മാറിയാണ്. അവർക്ക് വലിയ റോളൊന്നുമില്ല. പിന്നെ ഇങ്ങനെ രസമായിട്ട് വരാം. പഠിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവരെപ്പോഴും സ്കൂളിലുള്ളവരാണ്. അപ്പോൾ ഈ പുറത്തിറങ്ങുന്ന ഓരോ വാർഷിക സമ്മേളനങ്ങളും ഒരു ബാച്ചിനെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കണം. കുറെ യുവജന ആളുകളെ ഈ പുറത്തേക്ക് ഇറങ്ങുന്ന ഈ വർഷം 10ൽ പഠിക്കുന്ന കുട്ടികളോട് ഒരു കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നാട്ടുകാരും പള്ളിക്കാരും അതുപോലെ തന്നെ നിങ്ങളുടെ അധ്യാപകരും നല്ല സ്നേഹമുള്ള ആളുകൾ ചേർന്ന് നിങ്ങൾക്ക് നൽകി തരുന്നത് ഏറ്റവും നല്ല മക്കളായി നിങ്ങൾ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോ സമൂഹത്തിലെ
മനുഷ്യ കുട്ടികളൊക്കെ വായുവിൽ മാത്രം നമ്മൾ ചെയ്ത് കുട്ടികളല്ലേ അവർ ചെയ്ത് നോക്കാം. സെർവിലിയൻസ് ആണ് രണ്ട് പെൺകുട്ടികളാണ് ചെയ്യുന്നത്. പെട്ടെന്ന് വേറെ ഒരു ആക്രമണം അവരെ കൊണ്ട് കഴിയുന്ന 2 മാസം കൊണ്ടാണ് ഒരു വർഷമെങ്കിലും കോച്ചിങ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ അത് ഹിപ്പർ കയറ്റി എടുത്ത് മറിക്കും. കയ്യാൽ പിടിക്കുക, എടുത്ത് മറിച്ച് ദൂരം വലിച്ചെറിയുക. അത് നമ്മൾ അതൊരു പ്രോഗ്രാം ആയിരുന്നെങ്കിൽ നിങ്ങൾ കയ്യിൽ കൊടുക്കാം.